പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ സന്തോഷ സുദിനങ്ങൾ വീണ്ടും വന്നെത്തി. നാം എത്ര ഭാഗ്യവാന്മാർ! സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതനായ അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയുടെ ഉമ്മത്തിൽ അംഗമായില്ലേ? പരിശുദ്ധ കഅബ, അർശ്, കുർസി, മാലാകമാർ, സ്വർഗം ഇവയൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെങ്കിലും എല്ലാത്തിന്റെ മീതെയാണ് മുത്തുനബി. അപ്പോൾ മണ്ണിലും വിണ്ണിലും പ്രവാചക കീർത്തനങ്ങൾ ഉയരട്ടെ. തിരുനബിയെ പ്രകീർത്തിക്കൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദമാണ്. അവിടെ ഉദയം ചെയ്തതിൽ ശുക്ർ ചെയ്യൽ ഉമ്മത്തിന് നിർബന്ധമാണ്. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ യൗഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. സലാത്തു റബ്ബി എന്നതിന് രണ്ട് തഫ്സീറുകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച തഫ്സീർ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലക്കുകളോട് പ്രശംസ മദ്ഹ് പറയുന്നു എന്നതാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനങ്ങൾ, അവിടുത്തെ മദ്ഹ് പറയൽ, അത് നടപ്പിലാക്കൽ റബ്ബിന്റെ ഉദ്ദേശമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.